ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ ദാനിയേൽ കണ്ട ഒരു ദർശനം പോലെയാണ് ഈ വിഷയവും. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 20-21 വാക്യങ്ങൾ വായിക്കുമ്പോൾ നോക്കണമേ, ഒരുവൻ മരിച്ചതിന് ശേഷം ഒരു നിന്ദ്യനായ അപമാനിക്കപ്പെടുന്ന ഒരു വ്യക്തി വന്ന് ആല്യാസ്തോത്രം ചെയ്യുന്ന കാര്യമാണ് അടുത്തെഴുതിയിരിക്കുന്നത്. അവന് നേതൃത്വ സ്ഥാനം വരണം, അവന് രാജ്യത്വം ഭരിക്കണം, രാജ്യത്വത്തിലാകണം. ഇതിനു വേണ്ടി അവൻ ചെയ്യുന്ന കാര്യമാണ് അടുത്തെഴുതിയിരിക്കുക. വായിച്ചോ. അവന് പകരം നിന്ദ്യനായ ഒരുവൻ എണീക്കും. അവന് ദൈവം രാജാവിൻ്റെ പദവി കൊടുക്കാൻ ദൈവം ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ എങ്കിലും അവൻ എന്ത് ചെയ്യും? കണ്ട, ഉപായത്താൽ അവൻ രാജ്യത്വം കൈവശമാക്കും. ദൈവം ഒരിക്കലും അവന് രാജ്യത്വം കൊടുക്കാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ അവൻ ഉപായത്താൽ വന്ന് രാജ്യത്വം കൈക്കലാക്കും. അതെങ്ങനെ കൈക്കലാക്കുന്നു എന്ന് അടുത്ത താഴോട്ട് വായിച്ച. കേട്ട, അവനോട് ആരെങ്കിലും സഖ്യത ചെയ്താൽ ദൈവം ഹല്ലേലൂയ ഇച്ഛിക്കാത്ത ആ രാജാവിനോട് സഖ്യത ചെയ്യുന്നവനും വഞ്ചിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അവൻ വഞ്ചിതനായി മാറും. അതായത് മറ്റുള്ളവരെ ചതിക്കുന്ന സ്വഭാവം അവനും ഉണ്ടാകും. കാര്യം, ദൈവം ആഗ്രഹിച്ച രാജാവിനെ അല്ല ജനത്തിന് കിട്ടിയത്. ആ ജനത്തിന് കിട്ടിയത് കൊണ്ട് ആ രാജാവ് വന്ന് ഉപായത്താലാണ് രാജ്യത്വം പ്രാപിക്കുന്നത്. അവനോട് ചേരുന്നവരെല്ലാം ആ സ്വഭാവത്തിലാകും. അടുത്ത കണ്ട, അവൻ വന്ന് ജനത്തിനെ വഞ്ചിക്കുന്നത്, സമാധാനത്തോടിരിക്കുന്ന ജനത്തിന് തൻ്റെ പിതാക്കന്മാർ ഒരു നാൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. അപ്പന്മാരും അമ്മമാരും ഹല്ലേലൂയ ചെയ്യുന്നു. സമ്പത്തുണ്ടാക്കി വെച്ചിട്ടില്ലെങ്കിൽ സമ്പത്ത് കൊടുക്കും. വീടില്ലെങ്കിൽ അവർക്ക് വീടുണ്ടാക്കി കൊടുക്കും. കുടുംബത്തിനകത്ത് വേറെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അതിനകത്ത് അവൻ എന്ത് ചെയ്തു കൊടുക്കും? പരിഹരിച്ചു കൊടുക്കും. അപ്പം ഉപായത്താൽ ഇതിനെ അവകാശമാക്കി. ഇതാണ് ഉപായം. തന്ത്രപൂർവം അവൻ എന്ത് ചെയ്തു? അതിനെ നേതൃത്വ സ്ഥാനത്തിലേക്ക് വന്നു. അടുത്ത എടാ, അവൻ ചെയ്തു കൊടുക്കണ എന്താണ്? കവർച്ച, കൊള്ള, സമ്പത്ത്. ആത്മീയമായ ഒരു കാര്യവും എന്ത് ചെയ്യില്ല, അവൻ ചെയ്തു കൊടുക്കൂല. കാര്യം, അവനെ രാജാവാക്കി വെച്ചില്ല. ദൈവം രാജാവാക്കി വെക്കാത്തത് കൊണ്ട് അവനറിയാം, ഞാൻ എന്നായിരുന്നാലും തള്ളപ്പെടും. ഈ ജനത്തെ തൻ്റെ കൂടെ നിർത്തണമെങ്കിൽ ഈ 3 കാര്യം മതി. കവർച്ച മതി, കൊള്ള മതി, സമ്പത്ത് മതി. ആത്മീയത ഒന്നും വേണ്ട. ഇതാണ് പൗലോസും ചിന്തിക്കുന്നത്. ജനത്തെ ആത്മീയതയിൽ നിന്ന് തെറ്റിച്ച് കളയാൻ ഈ നന്മകൾ കൊടുത്ത് ഇവരെ ജനത്തെ പിന്തിരിച്ച് കളയുമോ എന്ന് നമുക്കറിയാം. യോസേപ്പ് ഇവരെ കൊണ്ടുപോയത് എങ്ങനെയാണ്? മിസ്രൈമിൽ. യോസേപ്പ് മിസ്രൈമിൽ കൊണ്ടുപോയപ്പോൾ കൊടുത്ത വാഗ്ദത്തം എന്താണ്? ഉൽപ്പത്തി 45:10 ഒന്ന് വായിച്ചേ.
ദാരിദ്ര്യം നേരിടാതെ നിന്നെ ഞങ്ങൾ സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞാണ് എന്ത് ചെയ്യുന്നത്, കൊണ്ടുപോയത്. യോസേപ്പ് മരിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് രണ്ട് അധിപന്മാരെ മിസ്രൈം രാജ ഫറവോൻ ആക്കി വെച്ചു. 2 പട്ടണങ്ങൾ അവർക്ക് സ്വതന്ത്രമായി കൊടുത്തു. എന്നിട്ട് അവരെ അടിമകളെ പോലെ ഇട്ട് ജോലി ചെയ്യിച്ചു. അവരുടെ ജീവിതം എന്താക്കി, കയ്പാക്കി മാറ്റി. ഇതാണ് ഉപായം. ആദ്യം സന്തോഷത്തോടെ അവരെ സ്വീകരിക്കുക, അവർക്ക് കുറച്ച് നന്മകൾ കൊടുക്കുക, അവരെ കുറച്ച് സന്തോഷിപ്പിക്കുക, അവരെ കുറച്ച് ആനന്ദം കൊടുക്കുക. ഇതെല്ലാം കൊടുത്ത് തൻ്റെ സ്വാധീന വലയത്തിലാക്കി കഴിഞ്ഞിട്ട് അവരെ എന്ത് ചെയ്യുന്നു, അടിമകളാക്കി മാറ്റുക. അടിമകളാക്കി മാറ്റുന്നത് മാത്രമല്ല, അവരുടെ ജീവിതത്തെ കയ്പാക്കി മാറ്റുക. ഇത് സഭയ്ക്കകത്ത് വന്നു പോകുമോ എന്ന ഭയമാണ് ആർക്കുള്ളത്, പൗലോസിനുള്ളത്. ഇന്ന് നോക്ക്, ഇന്ന് ഒട്ടുമിക്ക സഭയിലും ഇത് തന്നെയാണ് നടക്കുന്നത്. ആത്മീയത എന്ന് പറയുന്നത് ഇല്ല. സമ്പത്ത്, നന്മ, അടിമത്വം മാറ്റിക്കൊടുക്കാം. പക്ഷെ ഇവർ ഓരോരുത്തരും എന്ത് ചെയ്യുന്നു, അടിമ മുഖത്തിലേക്ക് ആഴ്ന്നു പോവുകയാണ്. ഇവരറിയാതെ അടിമകളിലേക്ക് പോവുകയാണ്. ആര് സമ്പത്തിൽ കുടുങ്ങിയോ അവൻ അടിമയാണ്. അതിന് യാതൊരു തർക്കവും ഇല്ല. ഹല്ലേലൂയ, സ്തോത്രം. അവനെ പിശാച് അടിമയാക്കി. പിശാച് അവനെ ബന്ധിച്ചു കഴിഞ്ഞു. ഈ ബന്ധനത്തിൽ നിന്ന് അവൻ്റെ ആയുസ്സിൽ അവൻ എന്ത് ചെയ്യില്ല, പുറത്തു വരില്ല. കാര്യം ഇസ്രായേൽ മക്കളെ ഫറവോൻ ബന്ധിച്ചു. അവർ കിടന്ന് ഉള്ള വിളിച്ച് ദൈവം അവരെ വിടുവിച്ചു. പക്ഷെ എങ്കിലും അവരെ നിലനിൽക്കുമോ എന്നറിയാൻ ദൈവം അവരെ പരീക്ഷിച്ചു. ഇവരെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയാൻ പരീക്ഷിച്ചു. പക്ഷെ ഇവർ ഇല്ലായ്മയിൽ ജീവിക്കാൻ ഇവർ തയ്യാറല്ല. ഇവർക്ക് അത് വേണം ഇത് വേണം, അല്ലേ? ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് അവിടുത്തെ കഞ്ഞിയും മത്തനുമാണ് ഓർമ്മ. ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ രാത്രിയും പകലൊന്നുമില്ലാത്ത ജോലി അവർ കൊടുത്ത് ജീവിതത്തെ കയ്പാക്കി. അതുമാത്രമാണോ, ആ മക്കളെയെല്ലാം കൊല്ലുന്നു. ഇത് അല്ല അവർക്ക് നോട്ടം. കുറച്ച് മുമ്പോട്ട് വന്നപ്പോൾ അവർക്ക് ആഹാരം കിട്ടാതെ വന്നപ്പോൾ അവർ പറയണം, ഞങ്ങൾക്ക് ചുറ്റുള്ളി അല്ല എവിടെ കിട്ടും, മിസ്രൈമിൽ കിട്ടും. അപ്പം ഇവർ അത്രത്തോളം ആഹാരം കൊടുത്ത് വശീകരിച്ചിട്ടു. വീണ്ടും അവരെ മക്കൾ നശിച്ചാലും ഒന്നുമില്ല, മക്കളെ അവർ കൊന്നാലും ഒന്നുമില്ല, ഞങ്ങൾക്ക് അവിടെ തന്നെ എന്ത് ചെയ്യണം, വീണ്ടും. അത്രത്തോളം ഇവരെ ഹൃദയത്തെ എന്ത് ചെയ്തു. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഹല്ലേലൂയ, 1000 രൂപ കടമുള്ളവൻ ആ മാസത്ത് 1000 രൂപ കൊടുക്കാൻ വേണ്ടി അപ്പുറത്തുള്ളവൻ്റെ 1100 വാങ്ങിച്ച് 100 രൂപ പലിശയും കൂടെ വെച്ച് എന്ത് ചെയ്തു, കൊടുത്തു. അടുത്ത് ഈ 1100 കടം തീക്കാൻ അപ്പുറത്ത് വേറൊരുത്തൻ്റെ 1250 വാങ്ങിച്ചു, പിന്നെ കൊടുത്തു. 2 മാസം കൊണ്ട് അവൻ എത്ര രൂപ കടക്കാരനായി? 250 രൂപ കൂടുതൽ കടക്കാരനായി. ഇതൊരു ഉപായമാണ്, ഇതൊരു തന്ത്രമാണ്, ഇത് പിശാചിൻ്റെ ഒരു തന്ത്രമാണ്. ഇപ്പുറത്തുനിന്ന് വാങ്ങിച്ച് അപ്പുറത്ത് കൊടുക്കുക, അപ്പുറത്തുനിന്ന് വാങ്ങിച്ച് അപ്പുറത്ത് കൊടുക്കുക. നമ്മളെ പേരെന്ത് ചെയ്യണം, നിലനിർത്തണം. ഇവൻ പിശാചിൻ്റെ അടിമയായി മാറി. ഇവനെ വിടുവിക്കാൻ ഇനി ഒരു കാരണവശാലും കഴിയില്ല. ഇതാണ് പൗലോസ് ആലോചിച്ചു പോകുന്നത്. ഈ തന്ത്രത്തിൽ, പിശാചിൻ്റെ ഈ തന്ത്രത്തിൽ ഇവർ കുടുങ്ങി കഴിയുമ്പോൾ, പ്രിയ ദൈവങ്ങളെ, ഞാൻ വായിക്കുന്ന വചനം തന്നെയാണ് എനിക്ക് ശരി, അല്ലേ? 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 1 തൊട്ടൊന്ന് വായിച്ചേ. കണ്ട,
ഈ പിശാചിന്റെ അടിമയായ ഒരാളിനോട് ആത്മീയത്തിൽ സംസാരിക്കാൻ പറ്റൂല. അവർക്കിനോട് ജഡീകമായ കാര്യത്തിൽ സംസാരിക്കാൻ പറ്റൂ. ഇപ്പം നമ്മൾ 11 മണിക്ക് പ്രാർത്ഥന, അല്ലെങ്കിൽ 10 മണിക്ക് പ്രാർത്ഥന, ഉപവാസ പ്രാർത്ഥന വെച്ചു 10 മണിക്ക്, അരമണിക്കൂർ താമസിച്ച് 10:30 പെയ്യാൽ മതി. ജഡീകനായി. അവൻ ജഡീകനാ. അവനോട് ആത്മീയത സംസാരിച്ചിട്ട് കാര്യമേ ഇല്ല. 1 മണിക്കൂറുടെ ജോലി ചെയ്തിട്ട് എന്ത് ചെയ്യാം? പോകാം. അവൻ ജഡീകനാ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ പുറമെ കുറെ ആത്മീയതയൊക്കെ എന്ത് ചെയ്യും? പ്രസംഗിക്കും. പക്ഷെ ഒരിക്കലും അവന് ആത്മീയനായിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്? എണ്ണുകയെ ചെയ്യരുത്. സഭാ ശുശ്രൂഷ കൊടുത്തു, 10 മണിക്ക് ആരാധന, അല്ലെങ്കിൽ 8 മണിക്ക് ആരാധന, അല്ലെങ്കിൽ 11 മണിക്ക് ആരാധന. 11 മണിക്കായിരിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഇവൻ നിശ്ചയമായിട്ടും ജഡത്തിന്റെ ഉസ്താദാ. അവൻ ഒരിക്കലും ആത്മീയനാകാൻ കഴിയില്ല. അവൻ വന്ന് കാണിക്കുന്നത് എല്ലാം ഷോയാ. മനസ്സിലായി? അവൻ വന്ന് കാണിക്കുന്ന എല്ലാം ഷോയാ. ഇവനോട് നല്ല രീതിയിൽ നമ്മൾ വചനം പറഞ്ഞു നോക്ക്. അപ്പൊ ഒന്ന് അങ്ങോട്ട് അതിനോടെ തിരിഞ്ഞ് ജോലിയില്ലേ, തലയും ചൊറിഞ്ഞ്. കാരണം ഇവൻ ശിശുവാ. വചനത്തിൽ ഇവൻ എന്താണ്? ശിശുവാണ്. ഇവന് ഇത്തിരി കട്ടി ആഹാരം കൊടുക്കാന്ന് വിചാരിച്ചാൽ ഇവന് ദഹിക്കൂല. ഇവനോട് അല്യാസ്തോത്രം ചെയ്യും ഒരിക്കലും നമുക്ക് കട്ടിയായത് പറയാൻ കഴിയില്ല. ജഡീകമായത് മാത്രമേ പറയാൻ കഴിയൂ. എന്നാ അവനെ വിളിച്ചൊരു ഉപദേശം കൊടുക്കാൻ നിർത്തി നോക്ക്. അവൻ ഭയങ്കര ആത്മീയത എന്ത് ചെയ്യും? പ്രസംഗിക്കും, വേണമെങ്കിൽ പ്രവചിക്കും. ഇതാണ് ഉപായം. താൻ അനുസരിക്കുന്നുമില്ല, മറ്റുള്ളവരെ കൊണ്ട് അനുസരിപ്പിക്കാൻ അപ്പൊ എന്ത് ചെയ്യുന്നു? പരിശ്രമിക്കുന്നു. ഞാൻ ചെയ്യാത്ത ഒരു കാര്യം നിങ്ങളെ കൊണ്ട് എങ്ങനെ അനുസരിപ്പിക്കും? ഞാൻ ചെയ്യുന്നില്ല ഒരു കാര്യം, അതെങ്ങനെ നിങ്ങളെ കൊണ്ട് അനുസരിപ്പിക്കും? അപ്പം ഞാൻ കള്ളനല്ലേ? എന്നോടെ കൂടുന്ന നിങ്ങളും കള്ളരല്ലേ? നിങ്ങൾ കള്ളൻ്റെ കൂടെ അനുകൂലപ്പെട്ടില്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കാം. 10 മണിക്ക് ആരാധന എന്ന് പറഞ്ഞാൽ 10 മണിക്ക് വരുന്നതാ പാസ്റ്റർ, അല്ല 10:30 കയറി വരുന്ന ആളല്ല പാസ്റ്റർ. കള്ളനാ, ജഡീകനാ. അവൻ പിശാചിന്റെ അടിമയാ. ആ പിശാചിന്റെ അടിമത്വത്തിൽ നിന്നുകൊണ്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്? വചനം ശുശ്രൂഷിക്കുന്നത്. വായിച്ചോ, താഴോട്ട് വായിച്ചോ. ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിയില്ല. നല്ലൊരു വചനം. ഞാൻ ഇടയ്ക്ക് ഒരാളിനോട് ചോദിച്ചു, ഒരു പാസ്റ്ററോടാണ് ചോദിച്ചത്, വിശ്വാസിയോടായിരുന്നല്ല, പാസ്റ്ററോട് ചോദിച്ചു. കാനാവിലെ കല്യാണം നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ. എന്തുകൊണ്ട് കല്യാണ വിരുദ്ധരുണ്ട്, വരുന്ന വാഴിയുണ്ട്, ആ വീഞ്ഞ് കലക്കുന്നവനുണ്ട്. അവരുടെ വീഞ്ഞ് തീർന്നപ്പോൾ നമ്മൾ ചെന്ന് പറയണ ആരുടെ അടുത്തായിരിക്കും? വീഞ്ഞ് കലക്കുന്നവൻ്റെ അടുത്ത് ഒരു കലം കൂടെ കലക്കെന്ന് പറയില്ലേ? അല്ലെങ്കിൽ പൈസ ഇല്ലെങ്കിൽ ആരെടുത്ത് പറയും? അതിൻ്റെ നടത്തിപ്പുകാരൻ്റെ അടുത്ത് എന്ന് പറയും. ഇവിടെ യേശു കർത്താവിൻ്റെ അടുത്ത് മറിയ പറഞ്ഞതിന് കാരണമെന്ത്? ഹല്ലേലൂയ, സ്തോത്രം. യേശു കർത്താവ് ജനിക്കുമ്പോൾ ദൂതന്മാർ വന്ന് പറഞ്ഞത് ഹൃദയത്തിൽ സംഗ്രഹിച്ച വ്യക്തിയാണ് ആര്? മറിയ. അടുത്ത് വന്ന് ദൂതന്മാർ വന്ന് മറിയയോട് പറഞ്ഞു, പലരുടെ വീഴ്ചയ്ക്കും പലരുടെ ഉയർച്ചയ്ക്കും കാരണമാകുമെന്ന്. അല്ലേ, സ്തോത്രം ചെയ്യുന്നു. ഇവ കഷ്ടത അനുഭവിക്കുന്നു. മറിയയുടെ ഹൃദയത്തിൽ കൂടെയാണ് വാള് കടന്നുപോയത്. ഈ മറിയയ്ക്കറിയാം
എൻ്റെ മോൻ വെളിപ്പെടാൻ സമയമായി. അതായത് അമ്മയ്ക്കറിയാം മകൻ്റെ സമയം, അമ്മയ്ക്കറിയാം മകൻ്റെ കല്യാണ ദിവസം, അമ്മയ്ക്കറിയാം ഈ ഡ്രസ്സ് മകൻ ഇട്ടാൽ ശോഭയ്ക്കുമെന്ന്, അമ്മയ്ക്കറിയാം ഞാൻ പ്രാർത്ഥിച്ചാൽ മകൻ അനുഗ്രഹിക്കപ്പെടുമെന്ന്, അമ്മയ്ക്കറിയാം ഞാൻ നന്നായി പാചകം ചെയ്താൽ എൻ്റെ മകൻ ഇഷ്ടപ്പെടുമെന്ന്. മനസ്സിലായ? പക്ഷെ അമ്മയെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കൂല പിശാച്. അമ്മയെ ഒന്നേ ഉറക്കത്തിലോ പലവിധ ചിന്തകളിലോ ഇട്ട് കുഴക്കി. ഒരു തലമുറയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്ന ആർക്കാണ്? അമ്മയ്ക്കാണ്. ദൈവം ഇടപെടുന്നതും അമ്മയോടാണ്. പക്ഷെ പിശാച് എന്ത് ചെയ്യും? അമ്മയെ ചിന്തകൾ കൊണ്ട്, ഉറക്കം കൊണ്ട് മക്കൾക്ക് വേണ്ടി അനുഗ്രഹം പ്രാപിക്കാതിരിക്കാൻ വചനം വായിക്കരുത്, അമ്മയെ അങ്ങ് പിശാചിന്റെ അടിമയാക്കി. മനസ്സിലായ? അമ്മയ്ക്ക് പലവിധ ചിന്തകൾ. അമ്മ പ്രാർത്ഥിക്കുവോ? അമ്മയ്ക്ക് ഉറക്കം കൊടുത്തു, അമ്മ പ്രാർത്ഥിക്കുവോ? അമ്മയ്ക്ക് അടുക്കള ജോലി കൂടുതൽ കൊടുത്തു, അമ്മ പ്രാർത്ഥിക്കുവോ? പക്ഷെ ആര് പ്രാർത്ഥിക്കുമ്പോഴാണ് മക്കൾക്ക് വിടുതൽ? അമ്മ. ആ സമയം കൂടെ ഉറക്കം അങ്ങ് കൊടുത്ത് അമ്മയെ ആയിരിക്കും, ഓ ഇതിൽ പറ സുഖം തരു, തിന്നുക, ഉറങ്ങുക. അല്ലെങ്കിൽ 10 പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടമായിരിക്കും. 10 പൈസ ഉണ്ടായിരുന്ന 70 കാലത്ത് എന്ത് ചെയ്യുക? അത് മക്കളോടുള്ള വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഓട്ടം ഓടുന്നത്. മക്കളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാത്ത അമ്മമാരാണ് എന്ത് ചെയ്യുന്നത്? ഈ പണത്തിന് വേണ്ടി ഓടിയിട്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തത്. പിന്നെ ചിലരുണ്ട് ഏതെങ്കിലും ഒരു സമയം ഇരുന്ന് എന്ത് ചെയ്യും? പ്രാവ് കുറുവും പോലെ കുറുവും. അപ്പൊ മറിയയ്ക്കറിയാം എൻ്റെ മോനെ വെളിപ്പെടുത്തേണ്ട സമയമായി. അത് 10 പേരുടെ മുമ്പിൽ അവനെ വെളിപ്പെടുത്തണം. ആ വെളിപ്പെടുത്തണമെങ്കിൽ അവനിൽ കൂടെ ഒരു അടയാളം നടക്കണം. ഇവിടെ അത് നടന്നാൽ മോനെ എല്ലാവരും വിശ്വസിക്കും. കാനായിലെ കല്യാണത്തിന് അവൻ ചെയ്ത അടയാളം കണ്ട് യഹൂദന്മാർ അവനെ വിശ്വസിച്ചു. പക്ഷെ യഹൂദന്മാരുടെ ഉള്ളിലുള്ളത് അറിയാന്നുള്ളത് കർത്താവ് ആരെയും എന്ത് ചെയ്തില്ല? വിശ്വസിച്ചില്ലെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ആ അടയാളം കർത്താവ് ചെയ്തത് കൊണ്ട് കർത്താവിനെ പലരും വിശ്വസിക്കാൻ കാരണമായി. അപ്പൊ ഇതാണ് അമ്മ മറിയ അവിടെ പറയാൻ കാരണം. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഒരു ജഡിയൻ്റെ അടുത്ത് പറഞ്ഞാൽ പറയില്ല. പിന്നെ അമ്മ മോൻ്റെ അടുത്തല്ലാതെ പിന്നെ ആരെടുത്ത് പറയേ? മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല, മക്കൾക്ക് വേണ്ടി വചനം വായിച്ച് ദൈവമേ ഈ വചനപ്രകാരം അനുഗ്രഹിക്കണമെന്ന് പറയില്ല. എന്തെങ്കിലും സുഖമില്ലാതെ മക്കളെ ഓടിവാടാ, എന്നെ കൊണ്ടുപോടാ എന്ന് പറയണ അമ്മ കള്ളിയ. ഇതേപോലെ കള്ളം പിടിച്ചൊരമ്മ വേറെ, പിശാചിന്റെ പിടിയിൽ അകപ്പെട്ട അമ്മ വേറെ ഇല്ല. ആദ്യം നിനക്ക് കഴിയുന്ന കാലത്ത് മക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുകയും വചനം ധ്യാനിക്കുകയും ചെയ്യണം. അല്ലാതെ അല്പം പൈസയ്ക്ക് വേണ്ടി അല്ല നീ ഓടേണ്ടത്. നീ ജഡിയനാ. നിന്നെ ഒരിക്കലും നന്നാക്കാൻ എന്ത് ചെയ്യില്ല? സാധിക്കില്ല. കാരണം നല്ലൊരു വചനദൂത് പറഞ്ഞാൽ ആ വ്യക്തിക്ക് അത് ഏറ്റെടുക്കാൻ കഴിയില്ല. കാരണം ഉള്ളം മുഴുവനും ആരാണ്? പിശാച് പിടിച്ച് അമക്കി വെച്ചിരിക്കുകയാണ്. ആ വ്യക്തിയോട് നമുക്കൊരു വചനം പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ അവരെ ഏറ്റെടുക്കുമോ? ഏറ്റെടുക്കില്ല. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഇവിടെ നോക്കണമേ, എബ്രായ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം ഒന്ന് വായിച്ച്. എബ്രായ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം. കണ്ട, ഇവരെന്താണ്? ദൈവവചനം കേൾക്കാൻ ഇവർ മാന്യതയുള്ളവരാണ്. ഇവരറിയാതെ ഉറങ്ങും, അറിയാതെ കൊട്ടായി വിടും, അറിയാതെ തന്നെ ഇവര് പല ചിന്തകളിലും മുഴുകും. മാന്യത ഉള്ളവരാണ്.
ഹല്ലേലൂയ, സ്തോത്രം. ഇവർ ഈ മാന്യത വരുമ്പോൾ ഇവർക്ക് സംഭവിക്കുന്നത്, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4:14 വായിച്ച് വേഗത്തിൽ. കേട്ടാ, ഇവരെന്ത് ചെയ്യുന്നു? മനുഷ്യന്റെ ചതിയാലും ഉപായത്താലും കുടുങ്ങിപ്പോകുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം കാറ്റിനാൽ അലഞ്ഞുലയുന്ന ശിശുക്കളായിരിക്കും. അങ്ങോട്ട് തട്ടിയ അവിടെ കിടക്കും, ഇങ്ങോട്ട് തട്ടിയ ഇങ്ങോട്ട് കിടക്കും. ഇങ്ങനെയുള്ള ശിശുക്കളായി ഇവർ മാറും. കാറ്റിനാൽ ഉലയും. ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഇത് തന്നെ ശരി, അടുത്ത മറ്റൊരാൾ വന്ന് പറഞ്ഞാൽ ഇത് തന്നെ ശരി. ഏത് വാക്കും ഇവ എന്ത് ചെയ്യും? വിശ്വസിക്കും. അത് ശരി, ഇത് ശരി. വചനത്തിൽ അത് ഉണ്ടോ എന്ന് ഇവൻ ഒരിക്കലും എന്ത് ചെയ്യില്ല. കാര്യം ഇവന് വായിക്കാൻ സമയമില്ല. മനസ്സിലായ? ഇവന് വായിക്കാൻ സമയമില്ല. അപ്പൊ ഒരാൾ പറയണതിന് വിശ്വസിക്കാനേ കഴിയൂ. ഹല്ലേലൂയ, സ്തോത്രം. ഹയ്യന് എവിടെ നിന്ന് പെണ്ണ് കിട്ടി എന്ന ചോദ്യത്തിന് അതിൽ തന്നെ ഉത്തരവുണ്ട്, ഇല്ലേ? ഹയ്യൻ എവിടെ നിന്ന് പെണ്ണ് കിട്ടി? ഹയ്യൻ മാത്രമല്ല, ഹയ്യൻ പറയുന്ന ഒരു കാര്യം, മറ്റുള്ളവർ കണ്ടാൽ എന്നെ കൊന്നുകളയും. നീ നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ ആട്ടിക്കളയുന്നു, മറ്റുള്ളവർ കണ്ടാലും എന്നെ കൊന്നുകളയും. അപ്പോഴും മറ്റു മനുഷ്യരില്ലേ? ഉണ്ടോ? ഇല്ലേ? അതിൽ തന്നെ ഉത്തരവുണ്ട്. എങ്കിലും ഇത് വായിക്കൂല. വായിക്കാതെ എന്ത് ചെയ്യും? തർക്കിക്കാൻ വേണ്ടി. ഒന്നും അറിയില്ല. അറിഞ്ഞില്ലെങ്കിലും തർക്കിക്കുക, അറിഞ്ഞില്ലെങ്കിലും പ്രസംഗിക്കുക, അറിഞ്ഞില്ലെങ്കിലും. ഞാൻ പറയാൻ പ്രിയങ്ങളെ, അറിയാത്ത ഒരു കാര്യം ആരോടും എന്ത് ചെയ്യരുത്, നമ്മൾ പറയാൻ നിൽക്കരുത്, പറയാൻ നിൽക്കരുത്. അവർക്ക് അറിയാമെന്നുള്ളതായിരിക്കും. തിരിച്ച് നമ്മളോടൊരു ചോദ്യം ചോദിച്ചാൽ നമ്മളെ വേദപുസ്തകത്തിൽ തീത്തോസിൻ്റെ ലേഖനം കാരാഗ്രഹ ലേഖനമാണോ, ഇടലേഖനമാണോ, അതോ സഭയ്ക്ക് എഴുതിയ ലേഖനമാണോ? തീത്തോസിൻ്റെ ലേഖനം രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന് ഇടയലേഖനം, രണ്ട് കാരാഗ്രഹ ലേഖനവുമാണ്. തീത്തോസിൻ്റെ ലേഖനം മാസലോഡയ എന്ന് പറയുന്ന 2 മാസം പൗലോസ് അപ്പോസ്തലൻ കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ മാസലോഡയയിൽ വെച്ച് എഴുതിയ ലേഖനമാണ് തീത്തോസിൻ്റെ ലേഖനം എന്ന് ചരിത്രം പറയുന്നു. പലരും ഇന്ന് ഇടയലേഖനം എന്ന് പറയുന്നു, പലരും കാരാഗ്രഹ ലേഖനം എന്ന് പറയുന്നു, പലരും അല്ല എന്ന് പറയുന്നു. ശരിക്കും ഇത് അറിയാത്തത് കൊണ്ടല്ലേ അങ്ങനെ പറയുന്നത്? അപ്പം നമ്മൾ ശരിക്കും വചനം അറിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക? മറ്റൊരാളിനോട് പ്രസംഗിക്കുക. അറിയാത്ത കാര്യം പ്രസംഗിക്കരുത്. പോട്ടെ. അപ്പോൾ ശിശുക്കളെ പോലെ അലയുന്നു. അതുകൊണ്ട് കർത്താവ് ആവർത്തന പുസ്തകത്തിൽ തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്താ? ആവർത്തനം 6:7 ഒന്ന് വായിച്ചേ പെട്ടെന്ന്. നീ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. മതി. നമുക്ക് പിതാക്കന്മാരുടെ നന്മ നമ്മൾ അനുഭവിക്കണമെങ്കിൽ വചനത്തിലുള്ള ഇത്രയും കാര്യം നമ്മൾ ചെയ്യണം. മക്കൾക്ക് എന്ത് ചെയ്ത് കൊടുക്കണം?
പറഞ്ഞു കൊടുക്കണം. എന്തുകൊണ്ട് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു? എന്തുകൊണ്ട് മക്കൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു? ആവർത്തനം തന്നെ 31 അധ്യായം എടുത്ത് അതിൻ്റെ 29 വാക്യം വായിച്ച്. കണ്ടാ, എൻ്റെ കാലശേഷം എൻ്റെ മോൻ എന്ത് ചെയ്യും? വഷളത്വം പ്രവർത്തിക്കും. അതുകൊണ്ടാണ് ഇത് എന്ത് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞത്, പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞത്. ഇന്ന് ആരുണ്ട് വചനം മക്കളെ പഠിപ്പിക്കുന്നത്? വന്നിരുന്നാൽ പറയും തറ പറ എന്ന് പടി, അത് പടി, ABCD പടി, അവിടെ സ്കൂളിൽ പഠിപ്പിച്ചത് പടി, 1 2 3 പടി. ബൈബിളിൻ്റെ ABCD പറഞ്ഞു കൊടുക്കുന്നത്. കർത്താവിന് മോശയോട് പറയണം, നിന്റെ കാലശേഷം ഇവരെന്ത് ചെയ്യും? വഷളത്വം ചെയ്യും. ഇന്ന് ബെന്തക്കോസുകാരൻ്റെ വീട്ടിലെ മക്കൾ വഷളത്വമാണ്. ഒരുത്ത പോലും ഇല്ല വചനം പഠിച്ച് മുമ്പോട്ട് പോകുന്നത്. വഷളത്വമാണ്. നിന്റെ കാലശേഷം നിന്റെ മക്കൾ എന്ത് ചെയ്യും? വഷളത്വം പ്രവർത്തിക്കും. അതുകൊണ്ട് നീ അവരെ ഇത് എഴുതി പഠിപ്പിക്കണം. അടുത്ത് കണ്ട, ദൈവം പറഞ്ഞിട്ടുള്ള വഴി വിട്ട് ഇവരെന്ത് ചെയ്ത് കളയും? മാറിക്കളയും. മനസ്സിലായ? ദൈവം പറഞ്ഞിട്ടുള്ള വഴി വിട്ട് ഇവര് മാറിക്കളയും. അതുകൊണ്ടാണ് വചനം പഠിപ്പിക്കേണ്ടത്. ഇന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, പെന്തക്കോസ്ത് സഭയുടെ വീടുകളിലെ വചനം വിട്ട് മാറുന്നത്. RCയിലും CSIയിലും അവിടെ ഒരുവിധം വചനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും വചനം കേട്ട് അല്ലെങ്കിൽ ഒരു പ്രസംഗം കേട്ട് ഒരു ദൂത് കേട്ട് അവിടെ നിന്ന് ചാടി പെന്തക്കോസ്തിൽ പറഞ്ഞത്. വചനം പൂർണ്ണമായിട്ട് അനുസരിച്ചു കൊള്ളാമെന്നാണ് പറഞ്ഞു പറഞ്ഞത്. ഇവിടെ വന്നിട്ടോ മോഷണം. ശരിക്കും ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? മോട്ടിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് കൊടുക്കാനുള്ളതിലൊന്ന് മോഷണം, ദൈവത്തിൻ്റെ സഭയിലൊന്ന് മോഷണം. ഇങ്ങനെ മോട്ടിച്ച് ജീവിക്കുന്നു. ഇവരെ ആരനുഗ്രഹിക്കും? പറ, ആരനുഗ്രഹിക്കും? കള്ളനെ ദൈവം അനുഗ്രഹിച്ചതായിട്ട് ഒരു ഭാഗത്തും എഴുതിയിട്ടില്ല. ദൈവസഭയിൽ വന്നിട്ട് മോട്ടിക്കുന്ന ഒരു വ്യക്തിയെ അനുഗ്രഹിച്ചതായിട്ട് ഒരിടത്തും. ഒരു സഭയിൽ കുറേ സാധനങ്ങൾ മുമ്പിരുന്ന പാസ്റ്റർ വാങ്ങിച്ചിട്ടു. ആ പാസ്റ്റർ മാറിപ്പോയപ്പോൾ ഈ സഭയിലെ സാധനങ്ങളെല്ലാം ഒരു വ്യക്തി കൈവശപ്പെടുത്തി. അടുത്ത പിന്നെ ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് സഭയ്ക്കുള്ളതല്ല, ഞങ്ങൾ വാങ്ങിച്ചത് തന്നെ, ഞങ്ങൾ പൈസ ഇട്ട് വാങ്ങിച്ചത്. പ്രിയ ദൈവങ്ങൾ, ആ കുടുംബം അനുഭവിച്ച കഷ്ടതയെന്ന് പറയുന്നത്, സംഘടനയുള്ളതെന്ന് ഞാൻ പറയുന്നില്ല, കഷ്ടതയെന്ന് പറയുന്നത് ഇതിൽ അനുഭവിക്കാൻ, തിന്മ അനുഭവിച്ചിട്ടും അവരാ പറഞ്ഞതിൽ തന്നെ ഞങ്ങൾക്കുള്ളത്, ഞങ്ങൾ പൈസ ഇട്ട് വാങ്ങിച്ചത്, അതിൽ ഉറച്ചു നീക്കി അവർ ഇന്നും ആ കുടുംബ കഷ്ടതയാണ്, സമാധാനമില്ല, നന്മയില്ല, നന്മ അനുഭവിക്കാൻ കഴിയുന്നില്ല. എങ്കിലും ഈ സാധനം എന്ത് ചെയ്യുന്നില്ല, തിരിച്ച് സഭയ്ക്ക് കൊടുക്കുന്നില്ല. ഇതാണ് കാരണമെന്ന് അവർ മനസ്സിലാക്കിയില്ല. കാരണം ഇവരിന്നും ജഡീകര. ദൈവവചനം എന്ത് ചെയ്യുന്നില്ല? ദൈവ നീതീകരണം വിശുദ്ധീകരണത്തിനാണ് വിളിച്ചത്. ഈ നീതീകരണം ഇവർക്ക് നഷ്ടപ്പെട്ടു, വിശുദ്ധീകരണം നഷ്ടപ്പെട്ടു. പിന്നെ എങ്ങനെ ഇവർക്ക് നന്മ കിട്ടും? പോട്ടെ, ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. നീ പോയതിന് ശേഷം ഇവർ വഷളത്വം ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് നീ ഇവരെ എന്ത് ചെയ്യണം? ഇതെല്ലാം പഠിപ്പിക്കണം. അത് മാത്രമാണോ? ദാവീദ് മോന് വേണ്ടി പ്രാർത്ഥിച്ചതും വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതും പണം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. പിന്നെ എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചു? 1 ദിനവൃത്താന്ത പുസ്തകം 29 അധ്യായം അതിൻ്റെ 18-19 വാക്യം ഒന്ന് വായിച്ചേ
വേഗത്തിൽ വായിച്ച്. കേട്ടാ, ഒന്ന്, വിശ്വാസികളുടെ ഹൃദയം ദൈവത്തിലേക്ക് തിരിക്കണം. അവരുടെ വിചാരങ്ങളെയും നിരൂപണങ്ങളെയും എന്ത് ചെയ്യണം? കാക്കണം. ദൈവം പറഞ്ഞതാണ്, ഒരു സഭയിൽ സമത്വം വേണം. വരിയിടുമ്പോൾ തുല്യമായിട്ട് വരിയിട്ട് കൊടുക്കണം. അതിൽ കൂടുതൽ വേണമെങ്കിൽ മറ്റുള്ളവർക്ക് തരാം, പക്ഷെ സമത്വം വേണം. കുടുംബമായിട്ടുള്ള എല്ലാവർക്കും സമത്വമായ വരിയിട്ട് കൊടുക്കണമെന്ന്. അത് പുറപ്പാട് 30-ലുമുണ്ട്, 2 കൊരിന്ത്യർ ലേഖനം 8-ലുമുണ്ട്. സമത്വം വേണം. പക്ഷെ നമ്മൾ പറയണതിനാണ് നമുക്കില്ല, ഞാൻ ഇത്രേ കൊടുക്കൂ എന്ന് വാശി പിടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ എങ്ങനെ ദൈവം അനുഗ്രഹിക്കും? ദൈവം സമത്വം കൊടുത്താലേ സമാധാന സമൃദ്ധി തരുമെന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ പറയണേ എൻ്റെ ഇല്ല, ഞാൻ കൊടുക്കില്ല. മനസ്സിലായ? ഇതെല്ലാം ശിശുക്കളാ, ജഡീകന്മാരാ ഈ ചിന്ത കൊണ്ടുവരുന്നത്. ജഡീകന്മാരാ. ഇവരുടെ ഉള്ളിനകത്ത് വചനമില്ല. അതേസമയം ഇവരുടെ അടുത്ത് പ്രാർത്ഥിക്കാനോ ആരാധിക്കാനോ വചനം ശുശ്രൂഷിക്കാനോ പറഞ്ഞു നോക്ക്, പറയും. കാരണം കർത്താവിനോട് തർക്കിച്ചത് ആരാണ്? പിശാച്. എന്തു വെച്ച് തർക്കിച്ചു? കർത്താവ് പറഞ്ഞ പ്രവൃത്തി, ഞാൻ പറഞ്ഞ പ്രവൃത്തി ചെയ്യുന്നവനെ എൻ്റെ ശിഷ്യനായിരിക്കുള്ളൂ. പ്രവൃത്തി ചെയ്യാതെ വചനം പ്രസംഗിച്ചെന്ന് പറഞ്ഞും കൊണ്ട് ആരെ ശിഷ്യൻ? ആരെ ശിഷ്യൻ? പിശാചിൻ്റെ മക്കള്. അവർക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്തില്ല? ഇടമില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ നോക്ക്, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6:5 കൂടെ വായിച്ച് വേഗത്തിൽ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6:5. കണ്ട, മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നത് പോലെ ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് ആരും എന്ത് ചെയ്യണ്ട, കരുതണ്ട. അപ്പോൾ ഒരാൾ റോഡിൽ നിൽക്കുകയാണ്, അവനൊരു ചായ മാച്ചു കൊടുത്തു, അത് അവൻ പ്രസാദിക്കും. ചായ കുടിച്ചവൻ, പക്ഷെ ദൈവപ്രസാദം വരില്ല. കാര്യം ദൈവം പറഞ്ഞാണ്, സ്വന്തം കൈയാൽ അധ്വാനിച്ചെന്ത് ചെയ്തോളണം, തിന്നുന്നതിലും കുടിക്കുന്നതിലും നീ അഭിമാനം. അപ്പം നാണം കെട്ടവരാണ് മറ്റൊരുത്തൻ്റെ നന്മ വാങ്ങിച്ച് മറ്റൊരുത്തൻ്റെ നന്മയിൽ കയറി അവകാശം പറഞ്ഞ് മറ്റൊരുത്തൻ്റെ നിന്ന് എടുത്ത് കഴിക്കുന്നത്. ആരാണ്? നാണം കെട്ടവൻ. അതിലെങ്ങനെ ദൈവം പ്രസാദിക്കും? കുടിക്കണവൻ പ്രസാദിക്കും, ഇല്ലേ? അവൻ്റെ ക്ഷീണം മാറി. ഹല്ലേലൂയ, സ്തോത്രം. ദൃഷ്ടി സേവ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. ക്രിസ്തുവിൻ്റെ ദാസന്മാരെ പോലെ. ആ ഭാഗമൊക്കെ പ്രസംഗിച്ചാൽ ഒരുപാട് പോകും. ക്രിസ്തുവിൻ്റെ ദാസനായി എങ്ങനെ മാറും? ക്ഷീണം ഉണ്ടായിരുന്നിട്ട് ആദ്യം പോയി നീ എനിക്ക് വേണ്ടി പാചകം ചെയ്ത് മേശപ്പുറത്ത് കൊണ്ട് വയ്ക്കാൻ പറഞ്ഞു. അതാ ക്രിസ്തുവിൻ്റെ ദാസൻ. ജോലി ചെയ്ത് തളർന്നു വിട്ട് വന്നപ്പോഴാണ് പറയണത്, കർത്താവ് പറയാണ്, എനിക്ക് വിശക്കണം, ആദ്യം നീ ചെന്ന് എന്ത് ചെയ്യുക, അടുക്കളയിൽ കയറി വേവിച്ച് എൻ്റെ മേശപ്പുറത്ത് കൊണ്ട് വയ്ക്കണം, ഞാൻ തിന്നതിന് ശേഷം മിച്ചമുള്ളത്. ഇതാ ക്രിസ്തുവിൻ്റെ ദാസൻ. ക്രിസ്തുവിൻ്റെ ദാസന്മാരെ പോലെ കർത്താവിനെ തന്നെ പ്രീതിയോടെ എന്ത് ചെയ്യണം? ഈ പ്രീതിയോടെ പറഞ്ഞു തരാം. ഹല്ലേലൂയ, സ്തോത്രം. ശലോമോൻ ദൈവത്തെ യാഗം കഴിച്ചു. യാഗം കഴിച്ചപ്പോൾ ദൈവം ശലോമോന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു, അല്ലേ? പ്രത്യക്ഷപ്പെട്ടിട്ട് ശലോമോൻ എന്ത് പറഞ്ഞു? നിന്റെ അപ്പൻ്റെ സിംഹാസനത്തിൽ എന്നെ ഇരുത്തിയിരിക്കുന്നു.
ഭയങ്കര ജനപ്പെരുപ്പമുണ്ട്. പക്ഷെ വിവേകമുള്ള ഒരു ഹൃദയമില്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ഈ ജനത്തെ ഭരിക്കാൻ കഴിയില്ല. ദൈവം എന്താ പറഞ്ഞത്? നീ ശത്രു സംഹാരം ചോദിച്ചില്ല, ഞാൻ ബാലനാണ്, അത് കണ്ട് നീ നിന്റെ നേരെ യുദ്ധത്തിന് ആരെങ്കിലും വരും, അവരെ ജയിക്കാനുള്ള കൃപ ചോദിച്ചില്ല, സമ്പത്ത് ചോദിച്ചില്ല, സംരക്ഷണം ചോദിച്ചില്ല. നീ ചോദിച്ചത് വിവേകമുള്ള ഒരു ഹൃദയം. ഇതെനിക്ക് നിന്നെ പ്രസാദിക്കാനിടയായി. ചിലതെല്ലാം നമ്മൾ ചോദിക്കുന്നത് ദൈവത്തിന് പ്രസാദകരമാകണം. മനസ്സിലായില്ലേ? യബ്ബേസ് ചോദിച്ചത് ദൈവത്തിന് പ്രസാദമായി, പക്ഷെ അവൻ്റെ അമ്മ ചോദിച്ചില്ല. ശരിക്കും അവൻ്റെ അമ്മയാണ് എന്ത് ചെയ്യേണ്ടത്? അല്ലേ? വ്യസനപരമായ മോൻ, അമ്മയാണ് അവന് വേണ്ടി ചോദിക്കേണ്ടത്. പക്ഷെ അമ്മ ചോദിച്ചില്ല. അമ്മ ചോദിച്ചെങ്കിൽ കൊടുക്കുകയില്ലായിരുന്നു. മനസ്സിലായ? ചിലതെല്ലാം നമ്മൾ ചോദിക്കുന്നത് ദൈവത്തിന് പ്രസാദകരമാകണം. ഇത് ചോദിച്ചത് ദൈവത്തിന് പ്രസാദമായി. ദൈവം എന്ത് ചെയ്തു? നീ ചോദിക്കാത്ത വിവേകമുള്ള ഹൃദയം കൊടുത്തു, ചോദിക്കാത്ത സമ്പത്ത് കൊടുത്തു, ചോദിക്കാത്ത ജ്ഞാനം കൊടുത്തു, ചോദിക്കാത്ത ദീർഘായുസ്സിനെ കൊടുത്തു. ഇതെല്ലാം ദൈവം കൊടുത്തു. നമുക്ക് ദൈവത്തിന് പ്രസാദമുള്ളത് നമ്മൾ ചോദിച്ചാൽ ചോദിക്കാത്തത് കൂടെ ദൈവം തരും. പക്ഷെ നമ്മൾ ചോദിക്കുന്ന ഒന്നും ദൈവത്തിന് പ്രസാദമുള്ളതല്ല. നമ്മൾ വന്നിരുന്ന് ദൈവത്തിന് പ്രസാദമുള്ളതാണോ നമ്മൾ ചോദിക്കണമെന്നില്ല. കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? ദൈവത്തോട് ചോദിക്കുന്നു. അപ്പൊ ഇത് ദൈവത്തിന് പ്രസാദമില്ലാത്തത് കൊണ്ട് നേരത്തെ നമ്മൾ വചനം വായിച്ചതുപോലെ ആരാണ് തരുന്നത്? പിശാച്. പിതാക്കന്മാർ തരാത്ത കൊള്ള മുതൽ സമ്പത്ത്, കവർച്ച, ഇതെല്ലാം കൊണ്ടുതരും.